കഴിഞ്ഞ ബുധനാഴ്ചയാണ് ടാൻസാനിയയിൽ തെരഞ്ഞെടുപ്പ് നടന്നത്. ശനിയാഴ്ച തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചു. രാജ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 87% പോളിംഗ് നടന്നു. ഇതിൽ 97.66% വോട്ട് നേടിയാണ് സാമിയ സുലുഹു ഹസൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കപ്പെട്ടത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കപ്പെട്ടതു മുതൽ രാജ്യത്താകെ വലിയ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും അരങ്ങേറുന്നുണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് ശേഷം അത് വലിയ അക്രമ സംഭവങ്ങളിലേക്കും തിരിഞ്ഞു. സാമിയ സുലുഹു ഹസന്റെ പ്രധാന വിമർശകരും രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയുമായ ചാമ പിന്തുസയുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധങ്ങൾ നടന്നത്. പ്രതിപക്ഷ പാർട്ടികൾക്ക് മത്സരത്തിൽ നിന്ന് വിലക്കേർപ്പെടുത്തിയതും തെരഞ്ഞെടുപ്പിൽ വ്യാപകമായി ക്രമക്കേടുകൾ നടന്നുവെന്നും ചൂണ്ടിക്കാട്ടിയാണ് ഈ പ്രതിഷേധങ്ങളെ ഭരണകൂടം ക്രൂരമായി തന്നെ അടിച്ചമർത്തി. അന്താരാഷ്ട്ര മാധ്യമങ്ങളിലെ റിപ്പോർട്ടുകൾ പ്രകാരം ചുരുങ്ങിയത് 700 പേരെങ്കിലും ടാൻസാനിയയിൽ ഈ പ്രതിഷേധങ്ങൾക്കെതിരായ ഭരണകൂട നടപടിയിൽ കൊല്ലപ്പെട്ടിട്ടുണ്ട്. രാജ്യത്തെ ഇന്റർനെറ്റ് സേവനം വിച്ഛേദിച്ചും വിമാന കപ്പൽ സർവീസുകൾ റദ്ദാക്കിയും പ്രതിഷേധങ്ങളെ അടിച്ചമർത്താനാണ് ഭരണകൂടം ശ്രമിച്ചത്. ഗതാഗത സംവിധാനങ്ങൾ മുടങ്ങിയതോടെ നിരവധി ടൂറിസ്റ്റുകൾ ടാൻസാനിയയിൽ കുടുങ്ങുകയും ചെയ്തു. അക്രമ സംഭവങ്ങളെ തുടർന്ന് കിഴക്കൻ ആഫ്രിക്കൻ രാജ്യങ്ങളിലെ തങ്ങളുടെ പൗരന്മാർക്ക് US മുന്നറിയിപ്പ് നൽകുകയും ചെയ്തു. ബുധനാഴ്ച മുതൽ രാജ്യത്തുടനീളം പ്രതിപക്ഷ പാർട്ടിയുടെ നേതൃത്വത്തിൽ ജനങ്ങൾ തെരുവിൽ പ്രതിഷേധത്തിലാണ്. സാമിയ സുലുഹു ഹസന്റെ പോസ്റ്ററുകൾ നശിപ്പിച്ചു. പട്രോളിംഗ് നടത്തിയ സുരക്ഷാ സൈന്യത്തെയും പോളിംഗ് സ്റ്റേഷനുകളെയും പ്രതിഷേധക്കാർ ആക്രമിച്ചു. ഈ കടുത്ത പ്രതിഷേധങ്ങൾ നിലനിൽക്കെ തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിച്ചത്. ഇത് ജനങ്ങൾ പ്രതീക്ഷിച്ചതുമാണ്. തെരഞ്ഞെടുപ്പിന് പിന്നാലെ വന്ന റിപ്പോർട്ടുകളിൽ സാമിയ സുലുഹു ഹസൻ 272 മണ്ഡലങ്ങളിൽ 120 97% വോട്ടോടെ മുന്നിലാണെന്ന് ഉറപ്പാക്കിയിരുന്നു. നിരവധി വാർത്താ ഏജൻസികളും ഇത് ശരിവെച്ചു. ഇത്രയധികം വോട്ട് നേടിയെന്ന് അവകാശപ്പെടുമ്പോഴും രാജ്യത്തെ പോളിംഗ് ബൂത്തുകൾ പലതും ഒഴിഞ്ഞു കിടക്കുകയായിരുന്നു എന്ന റിപ്പോർട്ടുകളും ഈ തെരഞ്ഞെടുപ്പ് ഫലത്തിന്റെ ധാർമ്മികത ചോദ്യം ചെയ്യുന്നു.